Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ പമ്പ് ഓപ്പറേറ്റർ സബ് എഞ്ചിനീയർ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാം January 30 ആണ്. നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ സെറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് 32 ആണിത്. 31 വരെ കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതോടൊപ്പം ഡെയിലി നമ്മുടെ അൺഅക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ KW ഓപ്പറേറ്ററിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ MCQs നോക്കാം. അതോടൊപ്പം തന്നെ അൺഅക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. KAS കേരളത്തിലെ ഏറ്റവും മികച്ച UPSC KAS എഡ്യൂക്കേറ്റേഴ്സ് ഒരുമിച്ച് നയിക്കുന്ന ഫ്രീ ആയിട്ടുള്ള ലൈവ് KAS ക്ലാസ്സസ് December 15 ആരംഭിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ഫോർ SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ആരംഭം 8 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ്. പ്രയാണം 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA പാർട്ട് എ എക്സാം. ലക്ഷ്യം 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് 1 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ്, റിസർച്ച് ഓഫീസർ, അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ഫ്രീ ടെസ്റ്റ് ഉണ്ട്. ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട് അറ്റ് 8 to 8:30 PM. ഡിഫറെൻറ്റ് റാങ്ക് കിട്ടുന്നവർക്ക് പ്രൈസസും ഉണ്ട്. നമ്മുടെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴുള്ളൊരു ഓഫേഴ്സാണ്. ഡിസംബറിലുള്ളൊരു ഓഫറാണ് 18+3 കോംബോ ബൈ 18 months അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഗെറ്റ് 3 months ഫ്രീ. ഓക്കെ, അപ്പോൾ അതും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതിലും എല്ലാവരും ലൈവ് തന്നെ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ആദ്യം 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ആനോഡ് ഓഫ് SCR ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഡാഷ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. എന്തായിരിക്കും ആനോഡ് ഓഫ് SCR എന്ന് പറയുന്നത്? എപ്പോഴും എന്തായിരിക്കും? മെയിൻറ്റെയിൻഡ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ആനോഡ് ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ SCR സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ഈസ് ടേൺഡ് ഓഫ്. എപ്പോഴായിരിക്കും? എന്താ ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് ഡാഷ് ഹോൾഡിംഗ് കറണ്ട്. എപ്പോഴും ചോദിക്കാറുണ്ട് SCR എപ്പോഴാണ് ടേൺ ഓഫ് ആവുന്നത്? ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിലോ ഹോൾഡിംഗ് കറണ്ട് ആവണം. ബിലോ ഹോൾഡിംഗ് കറണ്ട്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് SCR ആസ് എ സ്വിച്ച്? SCR സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നതിൽ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്? ദ സ്വിച്ചിങ് സ്പീഡ് ഈസ് വെരി ഹൈ. ദ സ്വിച്ചിങ് സ്പീഡ് ഈസ് വെരി ഹൈ. നാലാമത്തെ ക്വസ്റ്റ്യൻ, തെർമൽ റൺവേ ഓഫ് എ തൈറിസ്റ്റർ ഒക്കേഴ്സ് ബിക്കോസ്. തൈറിസ്റ്ററിൽ തെർമൽ റൺവേ ഒക്കർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി നെഗറ്റീവ് റെസിസ്റ്റൻസ് കോയിഫിഷ്യൻ്റ് ഓഫ് ദി ജംഗ്ഷൻ. ബിക്കോസ് ഓഫ് ദി നെഗറ്റീവ് റെസിസ്റ്റൻസ് കോയിഫിഷ്യൻ്റ് ഓഫ് ജംഗ്ഷൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്നബ്ബർ സർക്യൂട്ട് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റേഴ്സ്. ഇതൊക്കെ നമ്മൾ തിയറിയിൽ എന്താണ് സ്നബ്ബർ സർക്യൂട്ടൊക്കെ പഠിക്കുന്നുണ്ട്. സ്നബ്ബർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയാണ് സ്നബ്ബർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്? ടു ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt. റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്നബ്ബർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ലിമിറ്റ് ദ dV/dt അക്രോസ് ദി സ്വിച്ചിങ് ഡിവൈസ് ഡ്യൂറിങ് ഡാഷ്. ഏതായിരിക്കും? സ്നബ്ബറാണ്. സ്നബ്ബർ ലിമിറ്റ്സ് ദി dV/dt അക്രോസ് ദി സ്വിച്ചിങ് ഡിവൈസ് ഡ്യൂറിങ് ടേൺ ഓഫ് ദി ഡിവൈസ് ആണ്. ടേൺ ഓഫ് ദി ഡിവൈസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ആനോഡ് കറണ്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ കണ്ടക്ഷൻ ഓഫ് ആൻ SCR ഈവൻ ദോ ദ ഗേറ്റ് സിഗ്നൽ ഈസ് റിമൂവ്ഡ്. ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താലും ആനോഡ് കറണ്ട് എന്ത് ചെയ്യും? കണ്ടക്ഷനിൽ തന്നെ നിൽക്കും. ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേര്. അത് ഏത് കറണ്ടാണ്? ലാച്ചിങ് കറണ്ടാണോ, ഹോൾഡിംഗ് കറണ്ടാണോ, സ്വിച്ചിങ് കറണ്ടാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ലാച്ചിങ് കറണ്ട്. അപ്പോൾ എന്താണ് ലാച്ചിങ്, ഹോൾഡിംഗ് പഠിച്ചു വയ്ക്കാം. ലാച്ചിങ് എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂ ഓഫ് ആനോഡ് കറണ്ടാണ്. ഇറ്റ് മസ്റ്റ് അറ്റൈൻ ഡ്യൂറിങ് ടേൺ ഓൺ പ്രോസസ്സിലുള്ളതാണ്. കണ്ടക്ഷൻ ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താലും അതെന്ന് പറയുമ്പോൾ ടേൺ ഓൺ പ്രോസസ്സാണ്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ മിനിമം ആനോഡ് കറണ്ട് ടു മെയിൻറ്റെയിൻ ദ തൈറിസ്റ്ററിനെ ഓൺ സ്റ്റേറ്റിൽ നിർത്താൻ വേണ്ടിയുള്ള മിനിമം ആനോഡ് കറണ്ട് ബിലോ വിച്ച് ദ തൈറിസ്റ്റർ ഗെറ്റ്സ് ടേൺ ഓഫ് ആയിരിക്കും. ഇത് ടേൺ ഓഫ് പ്രോസസ്സുമായിട്ടാണ്. എപ്പോഴും ഓർക്കുക ലാച്ചിങ് കറണ്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഹോൾഡിംഗ് കറണ്ടും ആയിരിക്കും. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ലോ പവർ ആപ്ലിക്കേഷൻ ഈ GTO ഹാസ്. ലോ പവർ ആപ്ലിക്കേഷനിൽ GTO ഹാസ് ഹൈ ബ്ലോക്കിംഗ് വോൾട്ടേജ് ക്യാപ്പബിലിറ്റി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, dV/dt പ്രൊട്ടക്ഷൻ ഈസ് പ്രൊവൈഡഡ് ടു SCR ബൈ. എന്തിനാണ് dV/dt പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ബൈ കണക്ടിങ് എ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ഇൻ പാരൽ വിത്ത് ഡിവൈസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ കണക്ടിങ് ഒരു കപ്പാസിറ്ററും റെസിസ്റ്റർ ഇൻ പാരൽ വിത്ത് ഡിവൈസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർവേഡ് dV/dt റേറ്റിംഗ് ഓഫ് ആൻ SCR. ദ ഫോർവേഡ് dV/dt റേറ്റിംഗ് ഓഫ് ആൻ SCR എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണോ, ഡിക്രീസ് ഇൻ ദ RMS വാല്യൂ ഓഫ് ദി ഫോർവേഡ് ആനോഡ് കാഥോഡ് വോൾട്ടേജ് ആണോ, അതോ ഡിക്രീസസ് വിത്ത് ആൻഡ് ഇൻക്രീസ് ഇൻ ജംഗ്ഷൻ ടെമ്പറേച്ചർ ആണോ, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ജംഗ്ഷൻ ടെമ്പറേച്ചർ ആണോ, ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ RMS വാല്യൂ ഓഫ് എ ഫോർവേഡ് ആനോഡ് കാഥോഡ് വോൾട്ടേജ് ആണോ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഇൻക്രീസസ് വിത്ത് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ജംഗ്ഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. പഠിക്കുക എല്ലാവരും. ഓക്കെ, അടുത്ത 10 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.